മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ പൂളപ്പാടം എന്ന പ്രദേശം ഇന്നലെ മനോഹരമായ കാഴ്ചകൾക്ക് നമ്മളെല്ലാവരും സാക്ഷികളാവുകയായിരുന്നു. കവളപ്പാറയിൽ വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ടായിരുന്നു. 59 ജീവനുകളാണ് ഒരു രാത്രി കൊണ്ട് ആ ഗ്രാമത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ബാക്കി വരുന്ന അവരുടെ ബന്ധുക്കൾ, അവരുടെ വീടും സംവിധാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ ആശങ്കയിലേക്ക് പോകുന്ന ഒരു സമയം. അപ്പോഴാണ് അവർക്ക് താങ്ങും തണലുമായി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഈ സമൂഹം തിരിച്ചറിയുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് ഒരു സ്മാരകം ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായങ്ങളായിരുന്നു. അന്ന് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി ആയിരുന്ന പി അബ്ദുൽ ഹമീദ് മാസ്റ്ററും അടക്കമുള്ള കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ശിഹാബ് തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്മാരകമുണ്ടാക്കാൻ ലോകത്തെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന, ഏറ്റവും വലിപ്പമുള്ള സ്മാരകം വേണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിലേക്ക് സഹായങ്ങൾ ചെയ്യാൻ എത്രയോ ആളുകൾ റെഡിയുമായിരിക്കും. പക്ഷേ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് മറ്റൊന്നായിരുന്നു. ശിഹാബ് തങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ എന്നത്തെയും വികാരവും വിചാരവുമൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു. അവരുടെ പ്രശ്നങ്ങളും അവരുടെ പരിഭവങ്ങളും കേൾക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ശിഹാബ് തങ്ങളുടെ ഏറ്റവും വലിയ ജീവിതം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ദിവസത്തിലെ എത്രയോ മണിക്കൂറുകളാണ് മാറ്റിവെച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെയുള്ള ശിഹാബ് തങ്ങൾ വിട പറയുമ്പോൾ ആ ശിഹാബ് തങ്ങളുടെ സ്മരണകൾ, ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് സാധാരണക്കാരൻ്റെ ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയ പദ്ധതി ആവിഷ്കരിക്കണം. ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ നിലനിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശിഹാബ് തങ്ങളുടെ പേരിൽ നമുക്കൊരു ഭവന പദ്ധതി ആരംഭിക്കണം. ആ ഭവന പദ്ധതിയുടെ പേരാണ് ബൈത്തുർ റഹ്മ, അതായത് കാരുണ്യ ഭവനം. മുസ്ലിം ലീഗ് ആ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതങ്ങളായിരുന്നു. സർക്കാരുകൾ പോലും വീടുകൾ നൽകാൻ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക? ആദ്യം തീരുമാനിച്ചത് ഒരു പഞ്ചായത്തിൽ ഒരു ബൈത്തുർ റഹ്മയും ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 ബൈത്തുർ റഹ്മയും എന്നായിരുന്നു. അങ്ങനെ അത് പ്രഖ്യാപിച്ചു. അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചു. പഞ്ചായത്തിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ചു. ഏറ്റവും അർഹരായ ആളുകൾക്ക് ആ വീടുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ആരാണോ ആ നാട്ടിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, അവരെയാണ് മുസ്ലിം ലീഗ് അതിലേക്ക് പരിഗണിച്ചത്. പക്ഷേ പഞ്ചായത്തിൽ 1, മുനിസിപ്പാലിറ്റിയിൽ 2 എന്ന് പറഞ്ഞു തുടങ്ങിയ പദ്ധതി ഇന്ന് ഓരോ പഞ്ചായത്തിലെയും ആളുകൾക്ക്, ഒരു പഞ്ചായത്തിൽ പോലും ഉണ്ടാക്കിയ വീടുകളുടെ എണ്ണം നോക്കിയാൽ അത്ഭുതപ്പെടും. 100 കണക്കിന് വീടുകളാണ് ഒരു പഞ്ചായത്തിൽ പോലും ഉണ്ടാക്കിയത്. എത്രയോ പഞ്ചായത്തുകളിൽ ബൈത്തുർ റഹ്മയുടെ വില്ലേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 20, 30, 40 വീട് വരുന്ന വില്ലേജുകൾ. ആ നാട്ടിലെ ഏറ്റവും കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് മുസ്ലിം ലീഗ് വീടുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടേയിരുന്നു. അത് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി മാറി. അത് പിന്നീട് എല്ലാ ജില്ലകളും ഏറ്റെടുക്കുകയും പിന്നീടത് എല്ലാ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. യു.പിയിലെ മുസഫർ നഗറിൽ പോലും കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജനതയ്ക്ക് മുക്തി നേടാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനതയുടെ മുമ്പിലും ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന പദ്ധതി ആശ്വാസത്തിൻ്റെ പൊൻകിരണങ്ങൾ അവർക്ക് നൽകി. അങ്ങനെയുള്ള ഒരു ബൈത്തുർ റഹ്മ സംവിധാനമാണ് മുസ്ലിം ലീഗ് പാർട്ടി ഈ സമൂഹത്തിന് സമ്മാനിച്ചത്. ആദരണീയനായ തങ്ങളുടെ കൈകളിൽ നിന്ന്
10 പേർക്കാണ് ഇന്നിവിടെ താക്കോൽദാനം നിർവഹിക്കുന്നത്. അത് മുസ്ലിം ലീഗുകാർക്കല്ല കൊടുത്തിട്ടുള്ളത്. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഒരു പരിഗണനയും കൂടാതെ പാവപ്പെട്ടവരാണ്, ദുരന്ത ബാധിതരാണ് എന്ന ഏക പരിഗണന മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. ഇതൊരു കടമയാണ്, കടപ്പാടാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് ഔദാര്യമായിട്ടല്ല മുസ്ലിം ലീഗ് ഇതൊന്നും ചെയ്യുന്നത്. വയനാട് നമ്മൾ ചെയ്യുന്നത് ഔദാര്യമല്ല. വയനാട് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് 40 കോടിയോളം രൂപ പിൻവലിക്കുവാൻ സാധിച്ചു. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഹങ്കാരമല്ല. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇരു കൈയും നീട്ടി അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. സർക്കാർ താമസിക്കുന്നിടത്ത് ഈ അഭിമാനകരമായിട്ടുള്ള പദ്ധതി ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പാണക്കാട്ടേക്ക് ആളുകൾ വന്നു. എന്താണ് ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കേണ്ടത്, ഗവൺമെൻറ്റുകൾ പോലും വീട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന വീടിൻ്റെ വിഹിതം 3-4 ലക്ഷം രൂപയായിരിക്കും. ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി അവന് വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തേടിപ്പോവേണ്ടി വരും. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവന് ലോണുകളും മറ്റുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ അവൻ പോയേക്കാം. പക്ഷെ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മയുടെ പ്രത്യേകത, ഒരു വീട് 4 സർക്കാർ വീടിന് തുല്യമാണ്. കാരണം ആ വീടിൻ്റെ പണി തുടങ്ങിയത് മുതൽ ആ വീടിൻ്റെ പണികൾ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ആ വീട് കൊടുക്കുന്ന ആൾക്ക് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കപ്പെടുന്നത്. അത്രമേൽ സുതാര്യവും അത്രമേൽ സൂക്ഷ്മതയോടും കൂടി ആ പദ്ധതി നടപ്പിലാക്കുന്നു. വീട് അപേക്ഷ തന്ന് ആ സ്വീകരിച്ച അപേക്ഷ അത് അംഗീകരിച്ച് അദ്ദേഹത്തിന് വീട് പാസ്സായാൽ പിന്നീട് അദ്ദേഹത്തിന് താക്കോൽ കിട്ടുന്നത് വരെ ആ പ്രവർത്തികൾ വളരെ കൃത്യമായി നടത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റികൾ മുതൽ ചെയ്യുന്നത്. അങ്ങനെ ആ പദ്ധതി ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്നു. ആ പദ്ധതികൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുമുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്നും പാവപ്പെട്ടവൻ്റെയും അശരണരുടെയും കൂടെ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതുപോലെ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് സംശയവുമാണ്. ഈ പദ്ധതികൾ മുഴുവനും വിജയിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിച്ചത് ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. വയനാട്ടിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ ദുരന്തം മുസ്ലിം ലീഗ് ഏറ്റെടുത്തു കഴിഞ്ഞു. മുസ്ലിം ലീഗിലേക്ക് ജനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഫണ്ടുകളും നൽകി. ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും മഹത്തരമായ രീതിയിൽ അവിടെയും ഒരു പുനരധിവാസ പാക്കേജാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. അഭിമാനത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുസ്ലിം ലീഗിന് കഴിയുമെന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള ഒരു വിശ്വാസവുമാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഈ നന്മയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നവർ മുഴുവനും നിൽക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്.